പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന മട്ടിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും പ്രതിപക്ഷ നേതാവ് ഉത്തരം നൽകിയിട്ടില്ലെന്നും പകരം വസ്തുതാവിരുദ്ധവും അബദ്ധജടിലവുമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നിരത്തുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു വിഷയത്തിന് പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തതിനെ പരിതാപകരമെന്നേ വിശേഷിപ്പിക്കാനാവുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നൃപൻ, 13 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി നേരത്തെ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും പറയാൻ വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല. ഇന്ന് വി ഡി സതീശൻ ശബരിമലയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതുമാണ്. പക്ഷേ പകരം ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു. ആ പോസ്റ്റുകൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായി കുറിച്ചത്. വിനിഷ, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പ്രതിപക്ഷം കേരളത്തിലെടുക്കുന്ന വികസന വിരുദ്ധ സമീപനങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തി. കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇടതുപക്ഷ സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന വികസനത്തിൽ വലിയ കുതിപ്പേകുന്ന പദ്ധതികളിൽ പ്രതിപക്ഷം എടുത്ത സമീപനങ്ങൾ എന്താണ് എന്ന് അക്കമിട്ട് നിരത്തുന്ന ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് രാഷ്ട്രീയപരമായി ഈ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചത്, ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ആ ചോദ്യത്തിന് മറുപടി പറയാതെ മറ്റു പല രാഷ്ട്രീയ ആരോപണങ്ങൾ നൽകുകയായിരുന്നു. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നിട്ട ആ പോസ്റ്റിൽ തന്നെ അവസാനത്തെ 1-2 ഭാഗങ്ങൾ മാത്രം എടുത്താൽ തന്നെ അദ്ദേഹം എന്ത് തരത്തിലുള്ള മറുപടിയാണ്, ഒരു തരത്തിലുള്ള മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി വ്യക്തതയില്ല എന്നത് സൂചിപ്പിക്കുന്നതാണ്. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വീടുകൾ എന്തായി എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്ന മറുപടിയിൽ തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നില്ല എന്ന് തന്നെ ഉറപ്പാണ്. ആ മറുപടിയുടെ പ്രധാനപ്പെട്ട ഭാഗം വലിയ നീണ്ട ലേഖനം പോലെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് നമുക്ക് രണ്ടാമത് വരാം. ഇന്ന് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി അദ്ദേഹം ചോദിച്ച പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടി വീണ്ടും പ്രതിപക്ഷത്തിനോട് ഇക്കാര്യത്തിൽ മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിലനിൽക്കുന്നു. അദ്ദേഹം വീണ്ടും ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത് പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ദുരന്തമാണ് വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്. എന്തിനേയും എതിർക്കുക എന്നത് നയമായി സ്വീകരിച്ചവർക്ക് ഓരോ വിഷയത്തിലും സ്വീകരിച്ച നിലപാടുകളെ പിന്നീട് ന്യായീകരിക്കാൻ കഴിയില്ല. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് മുഖ്യമന്ത്രി ചോദിച്ചത് എന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും പ്രതിപക്ഷ നേതാവിന് വീണ്ടും ഒരു ഡിബേറ്റിന് തയ്യാറാകുന്നുണ്ട്. അദ്ദേഹം ചോദ്യമായി ഉന്നയിക്കുന്നത് മറന്നു പോകേണ്ട എന്ന മുഖവരിയോടുകൂടി അദ്ദേഹം വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം, വയനാട് തുരങ്കപാത, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ, ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കിഫ്ബി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, കേരള ബാങ്ക്, കെ ഫോൺ, ചൂരൽമല, മുണ്ടക്കൈ, കേരയിൽ എന്നീ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്ത്, ഇതിനു മുൻപ് സ്വീകരിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് അക്കമിട്ടുള്ള ചോദ്യം. അവയ്ക്കുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടിയിൽ അങ്ങ് ഉന്നയിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണിത്. മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണെന്നതുകൂടി അറിയിക്കട്ടെ. സ്ഥലവും തീയതിയും അങ്ങേക്ക് തീരുമാനിക്കാം. എൻ്റെ നിർദ്ദേശം ഏറ്റെടുക്കണമെന്ന് കരുതുന്നു. ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലെ സ്വർണം പൊതിഞ്ഞ കട്ടളയും വാതിലും ദ്വാരപാലക ശില്പങ്ങളും ഇനിയും പുറത്തു വരാത്ത നിരവധി അമൂല്യ വസ്തുക്കൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിരന്തരം പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ഇന്നും അദ്ദേഹം മറുപടിയായി നൽകിയിട്ടുള്ളത്. അദ്ദേഹം അക്കമിട്ട് ചോദ്യവും മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം അതിനുള്ള തിരിച്ചുള്ള മറുപടി എന്ന തരത്തിൽ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ പറയുന്നുണ്ട്, ലൈഫ് മിഷൻ പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഉന്നയിച്ച ഈ വികസന കാര്യങ്ങളിലും ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങളിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കാര്യത്തിലായിരുന്നാലും ഗെയ് പൈപ്പ് ലൈനിലും നിങ്ങൾ എതിർത്തില്ലേ എന്ന ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൻ്റെ വികസനത്തിന് എതിരായ സമീപനം സ്വീകരിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. മറിച്ച് പുതിയ നിലനിൽക്കാത്ത അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും സ്ഥിരമായി ഉന്നയിക്കുന്ന ഷാർപ്പായ ചോദ്യങ്ങൾക്ക് ഷാർപ്പായ മറുപടി പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അവസാനത്തെ ഒരു ഭാഗം ചൂരൽമല മുണ്ടക്കൈ മുഖ്യമന്ത്രി എഴുതിയ ചോദ്യം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നൊരു ഭാഗം തന്നെ എടുക്കാം. വയനാട് ദുരന്തം നടന്ന് 1 വർഷം പൂർത്തിയായപ്പോഴല്ലേ സർക്കാർ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത്. സർക്കാർ അനുവദിക്കുന്ന സ്ഥലത്ത് വീട് നിർമ്മിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അവസാന നിമിഷം കാലുമാറിയ നിങ്ങൾ തന്നെയല്ലേ. 1 വർഷമെടുത്താണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലവും സർക്കാർ കണ്ടെത്തിയത്. സ്ഥലം അനുവദിക്കില്ലെന്ന് സർക്കാർ പറഞ്ഞ ശേഷമാണ് അത് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമം തുടങ്ങിയത്. സ്വന്തമായി സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാൻ തുടക്കത്തെ തീരുമാനിച്ച മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വീട് നിർമ്മാണത്തിനായി ഞങ്ങൾ 3 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിയമപ്രശ്നങ്ങളില്ലാത്ത സ്ഥലം ഏതെന്ന് തീരുമാനിച്ചാലുടൻ നിർമ്മാണം ആരംഭിക്കും.
അപ്പോൾ ഇത് വീട് നിർമ്മിക്കുന്ന സംബന്ധിച്ച് സർക്കാർ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്തപ്പോൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അതിൻ്റെ യോഗത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് തങ്ങൾ പുറത്ത് ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിക്കൊപ്പമല്ല, തങ്ങൾ പുറത്ത് ഭൂമി കണ്ടെത്തി വീട് നിർമ്മിക്കും, അത് ഇക്കാര്യത്തിൽ സർക്കാരുമായി സഹകരിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. മാത്രമല്ല, വയനാട് യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പണത്തിനകത്ത് സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു, വലിയ തരത്തിൽ വിമർശനം വരുന്നു. യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാവുമ്പോഴാണ് കോൺഗ്രസിൻ്റെ വീട് സംബന്ധിച്ച ചോദ്യം വരുന്നത്. അവസാനം കോൺഗ്രസ് നേതാക്കൾ തന്നെ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് കൈരളി തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ സണ്ണി ജോസഫ് അതെല്ലാം ചുമതലയേൽപ്പിച്ചിട്ടുള്ള AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും പറയുന്നു, അവരിലേക്ക് മൈക്ക് മാറ്റുന്നു. അവരാണ് പറയുന്നത് 3,14,00,000 രൂപ എന്തോ കോൺഗ്രസിന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഇനി ഭൂമി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, അത് ഭൂമി ലഭിക്കുന്നില്ല എന്ന ആദ്യ പ്രതികരണം നടക്കുന്നത്. അതുമുതലാണ് ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന കാര്യം അവർ സമ്മതിക്കുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, അന്ന് യൂത്ത് കോൺഗ്രസിന് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒളിയിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയുന്നത്, കോൺഗ്രസ് നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും, ആ വീടിലാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുകളുമെന്ന് അവർ അന്നാണ് അത് റെക്ടിഫൈ ചെയ്ത് പറയുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ വീടിന് സ്ഥലമായിട്ടുമില്ല. അതിനുശേഷം വീടിനെ നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കണ്ടെത്താനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിക്കുമെന്ന് പറയുന്നു. അത് നിയമപ്രശ്നമില്ലാത്ത ഭൂമി ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെ നിയമ തടസ്സമില്ലാതെ ഈ പറഞ്ഞ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഈ പറഞ്ഞ മറ്റ് ഉപാധികളെല്ലാം അംഗീകരിച്ച് മാത്രമേ അവിടെ വീടുകൾ നിർമ്മിക്കാൻ കഴിയൂ. അങ്ങനെ നിയമത്തിന് എന്തെങ്കിലും ഇളവ് നൽകിയാൽ, അങ്ങനെ ഒരു വീട് വെച്ചാൽ അവിടെ താമസിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ വീടിന് അവസാനം വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് അടക്കം, ആ വീടിന് മറ്റ് അനുവാദങ്ങളടക്കം സർക്കാർ നൽകാൻ കഴിയുമോ? അങ്ങനെ നൽകിയാൽ തന്നെ, അങ്ങനെ അനധികൃതമായി വീട് വെച്ചാൽ തന്നെ ആ ഭൂമിയിൽ വീട് താമസയോഗ്യമാകില്ല. തുടർന്ന് സർക്കാരിൻ്റെയോ കോടതിയോ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനുമാകില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭൂമി കണ്ടെത്തുകയും അവിടെ ഒരു വീടിന് 20 ലക്ഷം രൂപ അടക്കം വിനിയോഗിച്ചാണ്, ഏകദേശം മൂല്യം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. ആ ഭൂമിയുമായി അവിടെ തന്നെ സർക്കാരുമായി സഹകരിച്ചിരുന്നുവെങ്കിൽ ഭംഗിയായി വീടുകൾ പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ സർക്കാരിൻ്റെ വീടുകൾ നിർമ്മിച്ച് നൽകിയുമെന്നാണ് ചോദ്യം. അത് എങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് അതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നിയമപ്രശ്നം ഉണ്ടായി, അതിൻ്റെ കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായി, അതിനുശേഷം ഭൂമി ഏറ്റെടുക്കുന്നത്. അവിടെ പരിസ്ഥിതി ദുർബല പ്രദേശമായതുകൊണ്ട് തന്നെ അതിന് ഭൂമി ഏറ്റെടുക്കാൻ കടമ്പകളുണ്ട്. ഇതൊക്കെ തന്നെ അറിയാവുന്ന പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷം നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇനി വയനാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ലേ എന്നതാണ്. നിർമ്മാണ പ്രവർത്തനം തകൃതിയായി നടക്കുകയാണ്. അവിടെ ടൗൺഷിപ്പ് വീടിൻ്റെ നിർമ്മാണം മാത്രമല്ല, ടൗൺഷിപ്പാണ്. അവിടെ സ്കൂള്, ഒപ്പം തന്നെ ആശുപത്രി, അവിടെ പിന്നെ കളിക്കളങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്ന ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിൽ അകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നത് ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും അവിടെ പോയി നേരിട്ട് ബോധ്യപ്പെട്ട് എത്രമാത്രം നല്ല കാര്യക്ഷമമായിട്ടാണ് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് ഭംഗിയായിട്ടുള്ള വീട് ഇപ്പോൾ നിർമ്മിക്കുന്ന വീടല്ല, ഇനി അവിടെ വീട്ടിലൊരാൾ താമസിച്ചാൽ തുടർന്ന് ആ വീടിൻ്റെ മുകളിലേക്ക് തുടർന്ന് നിലകൾ കെട്ടാൻ കണക്കായുള്ള അത്രയേറെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അസ്ഥിവാരം, ഫൗണ്ടേഷൻ അടക്കം പൂർത്തിയാക്കിയാണ് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ ഞാൻ മുഖവരായി പറഞ്ഞതാണ്, ഇടതുപക്ഷത്തെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും ചില വലതുപക്ഷ മാധ്യമങ്ങൾ വളരെ ഇത് വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന, വ്യക്തിപരമായി പോലും വളരെ മോശം പരാമർശം നടന്ന മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പോലും അവിടെ പോയി നിന്ന് ഈ കാര്യത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നു എന്ന തരത്തിൽ വീഡിയോ ഇട്ടത് ആ പോസ്റ്റൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതെല്ലാം അറിയാത്ത ആളാണോ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി മറ്റു ചില രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ ഈ ദേശീയപാത വികസനത്തെ എതിർക്കുന്നു, തീരദേശ റോഡിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്നു. വയനാട് തുരങ്കപാത UDF നിലനിൽക്കുന്ന കാലത്തോളം അത് അനുവദിക്കില്ല എന്ന് പറയുന്നു. K-ഫോണിനെ പൂർണ്ണമായി എതിർക്കുന്നു, K-ഫോണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിൽ പോലും വിട്ടുനിൽക്കുന്നു. അങ്ങനെ എല്ലാ പരിപാടികളിലും. ഒപ്പം തന്നെ AI ക്യാമറയെ സംബന്ധിച്ച് കോടതി പോയി, അത് കോടതി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. K-ഫോണിനെ സംബന്ധിച്ചും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കോടതിയിൽ. ഇത്തരത്തിൽ തിരിച്ചടി നേരിട്ട ഒരു പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി ന്യായമായി അക്കമിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് അതേ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇനി എന്താണ് ഇതിന് മറുപടി പറയുക എന്ന കാര്യം നാളെ കാത്തിരുന്ന് കാണേണ്ടതാണ്. വിനിഷ.